മഞ്ചേശ്വരം കടമ്പാറിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി ആക്രമിച്ച ശേഷം സ്വർണവും പണവും ഫോണും തട്ടിയെടുത്തു. അരിമല സ്വദേശിയായ എ പ്രവീൺ കുമാറാണ് മൃഗീയമായ മർദ്ദനത്തിനും പിടിച്ചുപറിക്കും ഇരയായത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കടമ്പാർ അരിമല സ്വദേശിയായ എ പ്രവീൺ എന്ന 32-കാരനാണ് ക്രൂരമായ അക്രമത്തിനും പിടിച്ചുപറിക്കും ഇരയായത്. സാരമായി പരിക്കേറ്റ പ്രവീണിനെ കുമ്പളയിലെ ജില്ലാ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് ആദിയും ഭീതിയുമുളവാക്കുന്ന സംഭവം. അരിമലയിൽ നിൽക്കുന്നതിനിടയിൽ കാറിലും ഓട്ടോറിക്ഷയിലും ബൈക്കിലുമായി എത്തിയ ഒരു സംഘം തന്നെ പൊടുന്നനെ ആക്രമിക്കുകയും തുടർന്ന് ഓട്ടോറിക്ഷയിലേക്ക് വലിച്ചു കയറ്റി തട്ടിക്കൊണ്ടുപോവുകയായിരുന്നുവെന്നുമാണ് ചികിത്സയിൽ കഴിയുന്ന പ്രവീൺ പറയുന്നത്. എൻ്റെ 12,200 ഉണ്ടായി എൻ്റെ കൃഷിയിൽ. അത് പോയി. പിന്നെ കൗത്തിൽ 1 പൗണ്ട് മാളുണ്ടായി, സ്വർണത്തിൻ്റെ 1 പൗണ്ട്. പിന്നെ മൊബൈൽ പോയി. എന്തില്ല പൈസ, എൻ്റെ ശമ്പളത്തിൻ്റെ പൈസ ഉണ്ട്. പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ, അത് സ്വന്തം പണിയെടുക്കുന്നു തേപ്പിൻ്റെത്. അത് ശമ്പളത്തിൻ്റെ പൈസ എൻ്റെ കൃഷിയിലുണ്ട് വെച്ചിരുന്നത്. എല്ലാവരും കൊടുക്കുന്ന ശമ്പളത്തിൻ്റെ പൈസ ഞാൻ ഡെയിലി മേടിക്കും. ശമ്പളം ആ വീട്ടുകാരും ശനിയാഴ്ച നമുക്ക് തന്നെ അവർക്ക് കൊടുക്കും. ആഴ്ച കൊടുക്കും പൈസ. ഇന്നലെ 10 അങ്ങനെ 10 തന്നെ അഡ്വാൻസ് മേടിച്ചു സൈറ്റിൽ. ആ പൈസ ഉണ്ടായി, ശമ്പളം കൊടുക്കുന്ന പൈസ എന്തില്ല കയ്യിൽ. സന്ധ്യയോടെ ബന്ദിയുടെ അടുക്കയിലെ വീരനഗറിലെത്തിച്ചും ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കി. ഇതിനുശേഷം കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാലയും പോക്കറ്റിലുണ്ടായിരുന്ന പേഴ്സും മൊബൈൽ ഫോണും കൈക്കലാക്കി അക്രമി സംഘം കടന്നുകളയുകയായിരുന്നുവത്രേ. ഒടുവിൽ സ്ഥലവാസികളുടെ സഹായത്തോടെ ഹൊസങ്കടിയിലുള്ള സുഹൃത്തിന്റെ അടുത്തേക്ക് പോയ തന്നെ ഈ സുഹൃത്താണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നും അക്രമത്തിനുള്ള കാരണം എന്താണെന്ന് അറിയില്ലെന്നും പ്രവീൺ പറയുന്നു. അടിക്കാൻ നമുക്ക് തളുവാർ, ആയുധങ്ങൾ, പിന്നെ സോണ്ട, കല്ലിൽ എല്ലാം അടിച്ചു കയറി. തളുവാർ പിടിച്ചിട്ട് തന്നെ, കത്തി പിടിച്ചിട്ട് തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് വീരനഗര ഇടയ്ക്കെത്തിയത്. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ടെന്നും അക്രമികളെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടുണ്ടെന്നും മഞ്ചേശ്വരം പോലീസും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇപ്പള.